ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം അഥവാ ഇന്റഗ്രേഷൻ ഡേ 1 ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് 3 ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൂട്ടുകാർ മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും മക്കൾ കാണാത്തതായിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ ചാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂടി കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൂട്ടുകാർക്ക് ഉത്കൃതനം ദിവസം 1 അഥവാ ഇന്റഗ്രേഷൻ ഡേ 1 പരീക്ഷയ്ക്ക് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഉത്കൃതനം അഥവാ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താലോ? അപ്പൊ കൂട്ടുകാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു പ്രവർത്തനമാണ് നിറം നൽകാം എന്നത് കേട്ടോ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനമാണ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. അവിടെ എന്താ മക്കളെടുത്ത് പറയാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും, ഒരു ഭംഗിയുള്ള ചിത്രം തരും. എന്നിട്ട് ആ ഒരു ചിത്രത്തിന് യോജിക്കുന്ന രീതിയിൽ നിറം നൽകാനായിട്ടാണ് പറയാ കേട്ടോ. അത് ചിലപ്പോൾ ഒരു കാടിന്റെ ചിത്രമാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രമോ, അല്ലെങ്കിൽ ഒരു പാടത്തിന്റെ ചിത്രമോ, അല്ലെങ്കിൽ ഒരു പാർക്കിന്റെ ചിത്രമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രമായിരിക്കും മക്കൾക്ക് തരേണ്ടായിരിക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, അതിലുള്ള ഓരോ സാധനങ്ങളും എന്താന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. ചിലപ്പം ജീവികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് തന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആ ജീവിയുടെ കളർ ഏതാ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് വേണം മക്കള് നിറം നൽകാനായിട്ട്. കൂട്ടുകാർ ശ്രദ്ധിക്കില്ലേ, എല്ലാ കൂട്ടുകാർക്കും ഭംഗിയായിട്ട് നിറം നൽകാനൊക്കെ അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് തന്നെ നിറം നൽകുക കേട്ടോ. പിന്നെ ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞു മക്കള് 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലൊക്കെ മക്കള് നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിലെടുക്കണമെന്ന്. അപ്പൊ ആ കാര്യം കൂടി മറന്നു പോകരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കളർ പെൻസിൽ കയ്യിൽ കൊണ്ടുപോവുക കേട്ടോ. എന്നിട്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ചെയ്യാം. എല്ലാ മക്കളും റെഡിയല്ലേ? ഓക്കെ മക്കളെ, ഇനി മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് വായിക്കാം എഴുതാം എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് മക്കൾക്ക് വരിക എന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അയാൾ കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വായിക്കാം എഴുതാം എന്നതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം അല്ലെ. അവിടെ എന്താ വരാന്ന് വെച്ചാൽ, കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കും. എന്ത് തരും, ഒരു സ്റ്റോറി ഇല്ലേ, ഒരു കഥാഭാഗം വായിക്കാനായിട്ട് തരും. ഒരു കുഞ്ഞു കഥയായിരിക്കും കേട്ടോ. എന്നിട്ട് ആ കഥയിൽ നിന്ന് മക്കൾക്ക് എന്ത് ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഒരു 2 പ്രാവശ്യമെങ്കിലും കഥ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി വായിക്കാൻ പ്രയാസമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ശ്രമിക്കുക. കുഞ്ഞു കഥയായിരിക്കും കേട്ടോ, അധികം വലുതൊന്നും തരില്ല, കുഞ്ഞു കഥയൊക്കെ ആയിരിക്കും തരിക. എന്തെങ്കിലും പ്രയാസമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറെ അടുത്ത് ചെറിയ ഹെൽപ്പൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് വായിക്കാനായിട്ട് എന്ത് ചെയ്യും, ഒരു ചെറിയ കഥ തരും. അപ്പൊ മക്കൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ കഥയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആരൊക്കെയാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾ. ചിലപ്പോൾ കുറച്ച് മൃഗങ്ങളുടെയൊക്കെ പേരുകൾ കൊടുത്തുകൊണ്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, ആ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ ഇപ്പം കുരങ്ങനാണെങ്കിൽ ആ കുരങ്ങനൊരു പേരുണ്ടായിരിക്കും, ഇനി ആമയാണെങ്കിൽ ആമയ്ക്കൊരു പേരുണ്ടായിരിക്കും, മുയലാണെങ്കിൽ മുയലിനൊരു പേരുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ജീവികൾക്ക് പേര് കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ കഥയിൽ പറയാം. അപ്പൊ കാക്കയാണ്, കാക്കമ്മയ്ക്ക് നമ്മുടെ സ്റ്റോറിയിൽ മിന്നു എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരാം, കാക്കയുടെ പേരെന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ എന്ത് ചെയ്യാം മക്കള്, ആ കഥാഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ഈ അടുത്തൊരു എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു അവർക്ക് തന്ന സ്റ്റോറി എന്ന് വെച്ചാൽ, ഒരു കാടുണ്ട്, മഞ്ഞണിക്കാട്. അപ്പൊ മഞ്ഞണിക്കാട്ടിൽ എന്ത് ചെയ്യാണ്, എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി അവിടെ അവർ പുതുവത്സരം ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാ മൃഗങ്ങളും വന്നപ്പോൾ എന്ത് ചെയ്തു, ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നു. അതായത് വെണ്ടയ്ക്കായിട്ടും വഴുതനയായിട്ടും പിന്നെ സാമ്പാർ വെക്കാനുള്ള മറ്റു കഷ്ണങ്ങൾ, തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെ പായസം ഉണ്ടാക്കാനായിട്ട് ശർക്കര പോലുള്ള ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്തു, ഓരോരോ ജീവികൾ വന്ന സമയത്ത് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഇപ്പം കുരങ്ങച്ചൻ ഉണ്ടായിരുന്നു, കുരങ്ങച്ചൻ കൊണ്ടുവന്നത് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ കാക്ക ഉണ്ടായിരുന്നു, കാക്ക കൊണ്ടുവന്നത് എന്താണ്, അല്ലെങ്കിൽ വാഴയില കൊണ്ടുവന്നത് ആരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതേപോലെയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി തന്നിട്ട് ചോദ്യങ്ങൾ വരിക. അപ്പം മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ,
പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് കേട്ടോ. ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ്. അതെല്ലാം മക്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ ഒരുപാട് ക്ഷണക്കത്തുകൾ നമ്മുടെ പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒട്ടുമിക്കപ്പോഴും നമ്മൾ ചെയ്തത് എന്താണ്? ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷണക്കത്തുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെന്തുണ്ട്? ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഒരു ഗൃഹപ്രവേശം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏത് ദിവസമാണ് നടത്തുന്നത്, എവിടെയാണ് ആ വീട്, അതുപോലെ തന്നെ വീടിന്റെ പേരെന്താണ് അല്ലെ, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ, ആ ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം ക്ഷണക്കത്തിൽ എന്താ വന്നതെന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞല്ലോ, നമ്മുടെ മഞ്ഞണിക്കാട്ടിലെ ജീവികളെല്ലാവരും കൂടി പുതുവത്സരം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? മറ്റ് ജീവികളെയൊക്കെ ഈ ഒരു ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിക്കണ്ടേ. അപ്പൊ അതിനായിട്ട് നമ്മുടെ കരടിക്കുട്ടൻ എന്ത് ചെയ്തു? ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കി. അതുപോലെ മക്കളുടെ അടുത്തും ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? ഒരു ക്ഷണക്കത്ത് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കണം. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്ഷണക്കത്ത്. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് ഇനി വരുന്നത് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് വില വിവര പട്ടിക തന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് എപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പം ഈ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലാക്കി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ വില വിവര പട്ടിക തന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇത് ഒരു കടയിൽ നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയിൽ തൂക്കിയിട്ടിട്ടുള്ള വില വിവര പട്ടികയാണ്. അപ്പൊ നോക്കിക്കേ, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. ലോറി, കാറ്, ജീപ്പ്, ബസ് അല്ലെ, അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഓരോന്നിന്റെയും പൈസ എത്രയാണ്, ഓരോന്നിനും എത്ര രൂപയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ലോറി 30 രൂപ, കാറ് 25 രൂപ, ജീപ്പ് 15 രൂപ, ബസ് 35 രൂപ. ഇതേ രീതിയിലാണ് നമുക്ക് തന്നത് അല്ലേ. എന്നിട്ട് മക്കളടുത്ത് ചോദിക്കുക ഇങ്ങനെയാണ്: ഏറ്റവും കുറവ് വിലയുള്ളത് ഏതിനാണ്? ഏത് കളിപ്പാട്ടത്തിനാണ് ഏറ്റവും കുറവ് വിലയുള്ളത്? ഏതിനാണ് മക്കളെ? ഇവിടെയുള്ള സംഖ്യകൾ നോക്കിക്കേ, ഏതൊക്കെയാണ്? 30, 25, 15, 35 ആണ് അല്ലെ. ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 15 ആണ്. 15 എന്നുള്ളത് ഏതിന് നേരെയാണ് കൊടുത്തിട്ടുള്ളത് മക്കളെ? ജീപ്പിന് നേരെയാണ് അല്ലെ. അതായത് ഏറ്റവും കുറവ് വിലയുള്ളത് ഏത് വാഹനത്തിനാണ്? ജീപ്പിനാണ് അല്ലെ. ഏത് കളിപ്പാട്ടത്തിനാണ്? ജീപ്പിനാണ് ഉള്ളത്. എങ്കിൽ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏത് കളിപ്പാട്ടത്തിനാണ്? ഏതാണ്? 35 എന്നതാണ് അല്ലെ. അതായത് ബസ്സിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ആ രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ വില വിവര പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഈ തന്നിട്ടുള്ള ഈ നമ്പേഴ്സിനൊക്കെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാൻ കേട്ടോ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലേ. ഏതാണ്? 15 നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് 15 നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് വെട്ടിക്കളയാ അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 സംഖ്യ കൂടി ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 30 ആണോ 25 ആണോ 35 ആണോ? 25 അല്ലേ. ഓക്കെ, അതിനുശേഷം ഇനി 2 സംഖ്യ കൂടി ഉണ്ട്, 30, 35. ഏതാണ് ചെറുത് വരുന്നത്? 30 അല്ലെ. ലാസ്റ്റ് 35. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തിയത്. അപ്പം അത്തരത്തിലും എന്ത് ചെയ്യാം? നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ 60 രൂപയ്ക്ക് നമുക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ മേടിക്കാനായിട്ട് പറ്റും? 60 രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാനായിട്ട് കഴിയും എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ മേടിക്കാം മക്കളെ? ഇവിടെ നോക്കിക്കേ, കാറിന് എത്ര രൂപയാണ് നമ്മൾ പറഞ്ഞത്? 25 ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ബസ്സിന് എത്ര രൂപയാണ്? 35 രൂപയാണ് അല്ലെ. ആ രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 5 + 5 10 ആണ് അല്ലെ. ഇവിടെ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. എത്ര കിട്ടി നമുക്ക്? 60 എന്ന് കിട്ടിയില്ലേ? 60 എന്ന് കിട്ടി. അതായത് ഒരു ബസ്സും ഒരു കാറും കൂടി മേടിക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാവും മക്കളെ? 60 രൂപയാവും. അപ്പൊ 60 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ മേടിക്കാം? ഒരു കാറും മേടിക്കാം, അതുപോലെ തന്നെ ഒരു ബസ്സും മേടിക്കാം. അപ്പൊ ഇതേ രീതിയിലൊക്കെ ആയിരിക്കും മക്കൾക്ക് എന്ത് വരിക? ചോദ്യങ്ങൾ വരിക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ.
ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വാഹനങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം വരും കേട്ടോ. അതായത് വിവിധ തരം വാഹനങ്ങൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് അല്ലേ. പിന്നെ കരയിലൂടെ പോകുന്ന വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാഹനവും നമുക്ക് ഓടിക്കാനായിട്ട് ഇന്ധനത്തിന്റെ ആവശ്യമുണ്ടോ? ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളുണ്ട്, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ മക്കൾക്ക് ധാരണ വേണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം തന്നു, കുറേ ചിത്രങ്ങളും തന്നു, അതുപോലെ തന്നെ അവയുടെ പേരുകളും തന്നു. എന്നിട്ട് അതിൽ ഏതൊക്കെ വാഹനങ്ങളാണ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ വാഹനങ്ങളാണ് ജോലി സംബന്ധമായുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് പഠിക്കണം? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഓർത്തിരിക്കുക. അവിടെ പിന്നെ മക്കൾക്ക് മിക്കപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വാഹനങ്ങളുടെ ചിത്രങ്ങളും പേരുകളും തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് മക്കൾക്ക് വാഹനങ്ങളുടെ പേരുകൾ സ്വയം എഴുതേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പേരുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 2 വാഹനങ്ങളുടെ പേര് പറഞ്ഞേ. അറിയുന്ന മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഏതൊക്കെയാണ്? നമ്മൾ കാറ് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ബസ് എന്താണ്? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അല്ലേ. ഇനി നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? JCB എന്താണ്? നമ്മുടെ ജോലി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ട്രാക്ടർ ജോലി ചെയ്യാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ ലോറി പോലുള്ള വാഹനങ്ങളൊക്കെ എന്താണ്? ജോലി ചെയ്യാനുള്ള ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. അതായത് ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളെന്നും ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളെന്നും. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം മക്കൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഏതൊക്കെ വാഹനങ്ങളാണ് ഇന്ധനം ആവശ്യമുള്ളത്? നമ്മളിപ്പം പറഞ്ഞ കാറ്, അതുപോലെ തന്നെ ബസ്സില്ലേ, ഇത് രണ്ടും എന്താണ്? ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളാണ്. ഇനി ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മക്കൾക്കൊക്കെയുള്ള ഒരു വാഹനമാണ് സൈക്കിൾ അല്ലേ. സൈക്കിളിന് എന്തിന്റെ ആവശ്യമില്ല? ഇന്ധനത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കാളവണ്ടിക്ക് ഇന്ധനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ജലസ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ജലസ്രോതസ്സുകളുടെ പേരുകൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ടുള്ള ജലസ്രോതസ്സുകളുടെ പേരുകൾ കേട്ടോ. ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്? കിണർ അല്ലേ, കിണർ, അതുപോലെ തന്നെ തോട്, കുളം, പുഴ തുടങ്ങിയവയൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ് അല്ലേ. അപ്പം അവയുടെ പേരുകൾ ഓർത്തിരിക്കുക. പിന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജലസ്രോതസ്സുകളൊക്കെ മലിനമാകുന്ന സന്ദർഭങ്ങൾ മിനിമം ഒരു 2 സന്ദർഭം എങ്കിലും എന്ത് ചെയ്യുക മക്കള് അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? നമ്മുടെ പുഴ പോലെയുള്ള ജലസ്രോതസ്സുകളൊക്കെ മലിനമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ അവിടെ പോയിട്ട് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വേസ്റ്റുകളും ഒക്കെ ഇവിടെ കൊണ്ട് കളയുന്നുണ്ട്. നമ്മള് പുഴയിലും മറ്റും കൊണ്ട് കളയുന്നുണ്ട് അല്ലേ. അതുവഴി എന്താവുന്നുണ്ട്? അതിലെ ജലം മലിനപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? വാഹനങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ എന്ത് ചെയ്യും? അവിടെ ഇറക്കി കുളിപ്പിക്കും അല്ലേ. ആ സമയത്തും എന്താവുന്നുണ്ട്? പുഴ പോലെയുള്ള ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ കണ്ടുവരുന്നതാണ്. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കലണ്ടർ കണക്കാണ് കേട്ടോ. കലണ്ടർ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കണക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തില് ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ടീച്ചർ ഈ ഒരു കലണ്ടർ കണക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ വീഡിയോ കാണാത്തവര് നിർബന്ധമായിട്ടും വീഡിയോ കാണുക കേട്ടോ. ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് പറയാം എങ്ങനെയാ അത് വരിക എന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. കലണ്ടറിലെ എല്ലാ കളങ്ങളും എന്തായിരിക്കില്ല? കംപ്ലീറ്റ് ആയിരിക്കില്ല കേട്ടോ. കളങ്ങളിൽ കുറച്ച് നമ്പേഴ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ വിട്ടുപോയ കളങ്ങൾ ആദ്യം മക്കൾക്ക് പൂർത്തീകരിക്കാനായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അത് പിന്നെ സിമ്പിൾ ആണ്. എല്ലാ കൂട്ടുകാർക്കും 1 മുതൽ 30 അല്ലെങ്കിൽ 31 വരെയൊക്കെ എണ്ണാനും എഴുതാനും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? മക്കൾക്ക് അത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മക്കളത് ചോദിക്കും കലണ്ടറിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് പറയും.
ഡേറ്റ് പറഞ്ഞിട്ട് അത് ഏത് ദിവസമാണ് എന്നത് ചോദിക്കൂ കേട്ടോ. അപ്പൊ മക്കൾ ഈ കലണ്ടർ നോക്കാൻ അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കലണ്ടർ എടുത്ത് വെച്ചിട്ട് അമ്മയോട് ഒരു ഡേറ്റ് പറയാനായിട്ട് പറയാം. ആ ഡേറ്റ് ഏത് ദിവസമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മക്കള് കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിർബന്ധമായിട്ടും അത് പഠിക്കണേ. ഓക്കെ മക്കളെ, പിന്നെ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കലണ്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു 1-2 പാറ്റേൺസ് എഴുതാനാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഗണിതത്തിന്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണാം കേട്ടോ, കലണ്ടർ കണക്ക്. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് പ്രസ്താവനകളൊക്കെ തന്നിട്ട് ആ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലായിരിക്കും എഴുതാനായിട്ട് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാ, വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത് നമുക്ക് വന്നിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് പ്രസ്താവനകളായിട്ട് തന്നു. അതിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവ മാത്രം തിരഞ്ഞെടുത്തിട്ട് അറിയിപ്പ് ബോർഡിലോട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ വ്യക്തി ശുചിത്വത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മൾ ദിവസവും 2 നേരം എന്ത് ചെയ്യണം, പല്ല് തേക്കണം അല്ലേ, അതുപോലെ നമ്മൾ ദിവസവും കുളിക്കണം, പിന്നെ നമ്മുടെ നഖം മുറിക്കണം, അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ധരിക്കാനായിട്ട് അല്ലേ. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമാണ് അല്ലേ. അപ്പൊ ആ കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാനുള്ള സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കടങ്കഥ കേട്ടോ. കടങ്കഥ നമുക്കിപ്പം ക്വസ്റ്റ്യൻ മുൻകൂട്ടായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കിയിട്ട് വെക്കുക. ഈ കടങ്കഥയിൽ മക്കൾക്ക് ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരം എഴുതാനായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉത്തരം തന്നിട്ട് അതിനെക്കുറിച്ചുള്ള കടങ്കഥ എഴുതാനായിട്ടും പറയും. അതുപോലെ കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സ്വയം ഒരു കടങ്കഥ എഴുതി തയ്യാറാക്കാനായിട്ടും പറയാം. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് വരാറുണ്ട്, കടങ്കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കടങ്കഥകളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതൊന്ന് മക്കള് ചെയ്ത് നോക്കുക. അപ്പം പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പം മക്കൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.